അന്താരാഷ്ട്ര രാഷ്ട്രീയ ഭൂപടത്തിൽ നിർണായകമായ ചുവടുവെപ്പുകളുമായി പശ്ചിമേഷ്യൻ സമാധാന ചർച്ചകൾ പുതിയ ഘട്ടത്തിലേക്ക് കടക്കുന്നു. ഇറാനുമായുള്ള രണ്ടാം ഘട്ട ചർച്ചകൾക്ക് വീണ്ടും പാകിസ്ഥാൻ വേദിയായേക്കുമെന്ന സൂചനകൾ നൽകിക്കൊണ്ട് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് രംഗത്തെത്തി. അടുത്ത 2 ദിവസങ്ങൾക്കുള്ളിൽ ഈ നിർണായക കൂടിക്കാഴ്ച നടന്നേക്കുമെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ഇറാനുമായുള്ള ദീർഘകാലത്തെ അനിശ്ചിതത്വവും യുദ്ധസമാനമായ സാഹചര്യവും ഉടൻ അവസാനിച്ചേക്കുമെന്ന് അദ്ദേഹം വ്യക്തമാക്കി. അത് അവസാനിച്ചുവെന്ന് എനിക്ക് തോന്നുന്നു. തീരുന്നതിന് വളരെ അടുത്താണ് എന്നാണ് ഞാൻ അർത്ഥമാക്കുന്നത് എന്ന ട്രംപിന്റെ വാക്കുകൾ ലോകരാഷ്ട്രങ്ങൾ വലിയ പ്രാധാന്യത്തോടെയാണ് നോക്കിക്കാണുന്നത്. ഇസ്ലാമാബാദിൽ കഴിഞ്ഞ ദിവസം നടന്ന 1ാം ഘട്ട ചർച്ചകൾ വലിയ ധാരണകളില്ലാതെ പിരിഞ്ഞ പശ്ചാത്തലത്തിലാണ് രണ്ടാമതൊരു ശ്രമത്തിന് അമേരിക്ക മുതിരുന്നത്. ചർച്ചകൾക്ക് വീണ്ടും ആതിഥേയത്വം വഹിക്കാൻ പാകിസ്ഥാൻ സന്നദ്ധത അറിയിച്ചതായി അൽ ജസീറ റിപ്പോർട്ട് ചെയ്യുന്നു. പാക് വിദേശകാര്യ മന്ത്രാലയ വൃത്തങ്ങളെ ഉദ്ധരിച്ചാണ് ഈ വാർത്ത പുറത്തു വന്നിരിക്കുന്നത്. ആദ്യഘട്ട ചർച്ചകൾ പരാജയപ്പെട്ടതിൽ ഇരുവിഭാഗവും പരസ്പരം പഴിചാരുകയാണ് ചെയ്തത്. അമേരിക്കൻ സംഘത്തിന് രാഷ്ട്രീയ ഇച്ഛാശക്തിയില്ലെന്നും വെറും പ്രഹസനമായാണ് അവർ ചർച്ചയെ കണ്ടതെന്നുമാണ് ഇറാന്റെ പ്രധാന ആരോപണം. മേഖലയിൽ സമാധാനം സ്ഥാപിക്കുന്നതിനേക്കാൾ സ്വന്തം അജണ്ടകൾ നടപ്പിലാക്കാനാണ് അമേരിക്ക ശ്രമിക്കുന്നതെന്ന് ഇറാൻ വിദേശകാര്യ മന്ത്രാലയം കുറ്റപ്പെടുത്തി. അമേരിക്ക മുന്നോട്ട് വെച്ച ആവശ്യങ്ങൾ യുക്തിസഹമല്ലെന്ന നിലപാടിലാണ് ഇറാൻ ഉറച്ചു നിൽക്കുന്നത്. തങ്ങളുടെ പരമാധികാരത്തിന്മേലുള്ള കടന്നുകയറ്റമാണ് അമേരിക്കൻ നിർദ്ദേശങ്ങളെന്ന് അവർ വാദിക്കുന്നു. എന്നാൽ ഇറാന്റെ കടുംപിടുത്തമാണ് ചർച്ചകൾ വഴിമുട്ടാൻ കാരണമെന്നാണ് വൈറ്റ് ഹൌസിന്റെ ഔദ്യോഗിക വിശദീകരണം. സമാധാന ചർച്ചകൾ പരാജയപ്പെട്ടതിന് പിന്നാലെ ഇറാനെതിരെ കടുത്ത സൈനിക നീക്കങ്ങളും അമേരിക്ക ആരംഭിച്ചിരുന്നു. പേർഷ്യൻ ഉൾക്കടലിലെ തന്ത്രപ്രധാനമായ ഹോർമസ് കടലിടുക്ക് വഴി ഇറാനിലേക്കും തിരിച്ചും പോകുന്ന കപ്പലുകൾ തടയുമെന്ന് അമേരിക്ക പ്രഖ്യാപിച്ചു. ഉപരോധം ശക്തമാകുന്നതിന്റെ ഭാഗമായാണ് ഈ നീക്കം. ഈ പ്രഖ്യാപനത്തിന് തൊട്ടു പിന്നാലെ 15 അത്യാധുനിക യുദ്ധ കപ്പലുകളെയാണ് അമേരിക്ക പശ്ചിമേഷ്യൻ തീരത്ത് വിന്യസിച്ചത്. ഇത് മേഖലയിൽ വലിയ യുദ്ധഭീതി പടർത്തിയിരുന്നു. ഉപരോധത്തിന്റെ ആദ്യ ദിവസം തന്നെ ഇറാനുമായി ബന്ധമുള്ള നിരവധി കപ്പലുകൾ തടഞ്ഞുവെച്ചതായി അമേരിക്കൻ സൈന്യം അവകാശപ്പെടുന്നുണ്ട്. ഇറാൻ പ്രതിസന്ധി ഒരു വശത്ത് തുടരുമ്പോൾ തന്നെ മറ്റൊരു ചരിത്രപരമായ ചർച്ചയ്ക്ക് വാഷിംഗ്ടൺ സാക്ഷ്യം വഹിച്ചു. പതിറ്റാണ്ടുകളായി ശത്രുതയിൽ കഴിയുന്ന ലെബനനും ഇസ്രായേലും തമ്മിലുള്ള സമാധാന ചർച്ചകൾ വാഷിംഗ്ടണിൽ നടന്നു. 3 ദശകത്തിനിടെ ആദ്യമായാണ് ഇരു രാജ്യങ്ങളും തമ്മിൽ ഇത്തരമൊരു നേരിട്ടുള്ള ചർച്ചയ്ക്ക് തയ്യാറാകുന്നത്. അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ ആണ് ഈ ചർച്ചകൾക്ക് നേതൃത്വം നൽകിയത്. ചരിത്രപരമായ നേട്ടമെന്നാണ് ഈ കൂടിക്കാഴ്ചയെ അദ്ദേഹം വിശേഷിപ്പിച്ചത്. അംബാസഡർമാർ തമ്മിലുള്ള പ്രാഥമിക കൂടിക്കാഴ്ചയാണെങ്കിലും വരും ദിവസങ്ങളിൽ ഉന്നത തലത്തിലുള്ള ചർച്ചകൾക്ക് ഇത് വഴിയൊരുക്കുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. ചർച്ചകൾ വളരെ ശുഭകരമായിരുന്നുവെന്ന നിലപാടിലാണ് ഇസ്രായേലും അമേരിക്കയും. ലെബനന്റെ യുഎൻ അംബാസഡർ നദാ ഹമാദെ മൊവാദ് സോഷ്യൽ മീഡിയയിലൂടെ ചർച്ചകൾ ക്രിയാത്മകമായിരുന്നുവെന്ന് വ്യക്തമാക്കിയിട്ടുണ്ട്. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള നയതന്ത്ര ബന്ധത്തിൽ പുതിയൊരു അധ്യായം കുറിക്കാൻ ഈ ചർച്ചകൾ സഹായിക്കുമെന്നാണ് വിലയിരുത്തുന്നത്. വാഷിംഗ്ടണിലെ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം ഇരു രാജ്യങ്ങളും ചേർന്ന് സംയുക്ത പ്രസ്താവന പുറത്തിറക്കി. അടുത്ത കൂടിക്കാഴ്ചയ്ക്കുള്ള സമയവും വേദിയും പിന്നീട് തീരുമാനിക്കുമെന്ന പ്രസ്താവനയിൽ പറയുന്നു. മേഖലയിലെ അസ്ഥിരത അവസാനിപ്പിക്കാൻ വിട്ടുവീഴ്ചകൾക്ക് തയ്യാറാണെന്ന സൂചനയാണ് ഇരുപക്ഷവും നൽകുന്നത്. എന്നാൽ ഈ ചർച്ചകൾക്ക് വലിയ തോതിലുള്ള ആഭ്യന്തര എതിർപ്പുകളും നേരിടേണ്ടി വരുന്നുണ്ട്. ഇസ്രായേലുമായുള്ള ചർച്ചകളിൽ നിന്ന് ലെബനൻ ഭരണകൂടം ഉടൻ പിന്മാറണമെന്ന് ഹിസ്ബുള്ള ആവശ്യപ്പെട്ടിരുന്നു. സമാധാന നീക്കങ്ങൾ തങ്ങളുടെ പോരാട്ട വീര്യത്തെ ബാധിക്കുമെന്നാണ് അവരുടെ വാദം. രാഷ്ട്രീയമായ നീക്കങ്ങൾ ഒരു വശത്ത് നടക്കുമ്പോഴും ലെബനിലെ ഇസ്രായേൽ കനത്ത ആക്രമണം തുടരുകയാണ്. നയതന്ത്ര ചർച്ചകൾ പുരോഗമിക്കുന്നതിനിടയിലും അതിർത്തി മേഖലകളിൽ ബോംബാക്രമണങ്ങൾ തുടരുന്നത് വലിയ ആശങ്കയുണ്ടാക്കുന്നു. സമാധാന ശ്രമങ്ങളെ അട്ടിമറിക്കാനേ ഇത്തരം നീക്കങ്ങൾ ഉപകരിക്കുമെന്ന് ലെബനൻ വൃത്തങ്ങൾ ചൂണ്ടിക്കാട്ടുന്നു. ട്രംപിന്റെ 2ാം ഊഴത്തിൽ പശ്ചിമേഷ്യൻ വിഷയത്തിൽ അദ്ദേഹം വലിയ താല്പര്യമാണ് പ്രകടിപ്പിക്കുന്നത്. അബ്രഹാം കരാറുകൾക്ക് ശേഷം മേഖലയിൽ മറ്റൊരു വമ്പൻ നയതന്ത്ര വിജയം ലക്ഷ്യമിട്ടാണ് ട്രംപിന്റെ നീക്കങ്ങൾ. ഇറാനുമായുള്ള യുദ്ധം അവസാനിപ്പിക്കുക എന്നത് അദ്ദേഹത്തിന്റെ തിരഞ്ഞെടുപ്പ് വാഗ്ദാനങ്ങളിൽ ഒന്നായിരുന്നു. പാകിസ്ഥാന്റെ മധ്യസ്ഥതയിലുള്ള ചർച്ചകൾക്ക് വലിയ പ്രാധാന്യമുണ്ട്. ചൈനയുടെയും റഷ്യയുടെയും പിന്തുണയുള്ള ഇറാനെ ചർച്ചാ മേഖലയിലേക്ക് എത്തിക്കാൻ പാകിസ്ഥാന് സാധിക്കുമെന്നാണ് അമേരിക്ക കരുതുന്നത്. എന്നാൽ സൗദി അറേബ്യ ഉൾപ്പെടെയുള്ള അറബ് രാഷ്ട്രങ്ങളുടെ നിലപാടുകളും ഈ ചർച്ചകളിൽ നിർണായകമാകും. മേഖലയിലെ സാമ്പത്തിക ഉപരോധങ്ങൾ നീക്കണമെന്നതാണ് ഇറാന്റെ പ്രധാന ആവശ്യം. തങ്ങളുടെ എണ്ണ വ്യാപാരം പുനരാരംഭിക്കാൻ അനുവദിച്ചാൽ മാത്രമേ സമാധാന കരാറിൽ ഒപ്പിടൂ എന്ന നിലപാടിലാണ് അവർ. ഇതിനോട് ട്രംപ് ഭരണകൂടം എങ്ങനെ പ്രതികരിക്കുമെന്നതാണ് ഇനി അറിയേണ്ടത്. ലെബനൻ ഇസ്രായേൽ അതിർത്തി തർക്കം പരിഹരിക്കപ്പെടുന്നതോടെ ഹിസ്ബുള്ളയുടെ സ്വാധീനം കുറയ്ക്കാമെന്നും അമേരിക്ക കണക്കുകൂട്ടുന്നു. മാർക്കോ റൂബിയോയുടെ നേതൃത്വത്തിലുള്ള സംഘം ഇതിനായി വിശദമായ റോഡ് മാപ്പ് തയ്യാറാക്കിയിട്ടുണ്ട്. ഇത് നടപ്പിലായാൽ പശ്ചിമേഷ്യയിലെ ശക്തി സമവാക്യങ്ങൾ മാറും. വരുന്ന 48 മണിക്കൂർ അന്താരാഷ്ട്ര രാഷ്ട്രീയത്തിൽ അതീവ നിർണായകമാണ്. ഇസ്ലാമാബാദിൽ നടക്കുന്ന 2ാം ഘട്ട ചർച്ചകളിൽ എന്തെങ്കിലും തരത്തിലുള്ള ധാരണകൾ ഉണ്ടായാൽ അത് ലോക വിപണിയെയും എണ്ണവിലയും അനുകൂലമായി ബാധിക്കും. യുദ്ധഭീതി
വൈദ്യുതി ഒഴുകുന്നത് ആഗോള സമ്പദ് വ്യവസ്ഥയ്ക്ക് ആശ്വാസകരമാകും. എങ്കിലും ഇറാന്റെ കപ്പലുകൾ തടയുന്ന അമേരിക്കൻ നീക്കം ചർച്ചകളെ ബാധിക്കുമോ എന്ന ഭയവുമുണ്ട്. ഉപരോധവും ചർച്ചയും ഒരേ സമയം കൊണ്ടുപോകുന്നത് ഇറാനെ പ്രകോപിച്ചേക്കാം. സമ്മർദ്ദ തന്ത്രത്തിലൂടെ ഇറാനെ കീഴടക്കാം എന്നാവാം അമേരിക്ക കരുതുന്നത്. എന്തായാലും ലോകം ഇപ്പോൾ വാഷിംഗ്ടണിലേക്കും ഇസ്ലാമാബാദിലേക്കും ഉറ്റുനോക്കുകയാണ്. ട്രംപിന്റെ വാക്കുകൾ യാഥാർത്ഥ്യമാകുമോ എന്നും ദശാബ്ദങ്ങൾ നീണ്ട പശ്ചിമേഷ്യൻ സംഘർഷങ്ങൾക്ക് ശാശ്വത പരിഹാരം കാണാൻ സാധിക്കുമോ എന്നും വരും ദിവസങ്ങളിൽ വ്യക്തമാകും. സമാധാനത്തിന്റെ പുതിയ കിരണങ്ങൾക്കായി കാത്തിരിക്കുകയാണ് ലോകം.